അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ജാസ്തി ആൾമാറും ചൊന്നുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം ആയിട്ടിക്കട് ഓർമ്മ എനിക്കില്ല. എന്ത് കേട്ടെങ്കിലും മറന്നു പോണ്ടേ. മക്കൾ പഠിച്ചതെല്ലാം തലക്ക് പോകണില്ല. തലക്ക് പോയണ്ടായെങ്കിലും പിന്നെ കേൾക്കുമ്പോൾ അത് മറന്നിട്ട് പോകണ്ടേ. ഓർമ്മശക്തിക്കില്ല എന്ന് ചൊല്ലണമെങ്കിൽ ഒരുപാട് ആൾമാർ ചൊല്ലുന്ന കംപ്ലൈൻ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ ആ ഓർമ്മശക്തി ഇല്ലാണ്ടാവൂ, അതുപോലെ മറന്നു പോകൂ. കുറേ കാരണങ്ങളിക്കണം. വെറുതെ ഏതും മറന്നു പോകണ്ടില്ല. ഞങ്ങൾ ആക്കണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞിട്ട് അറിയാണ്ട അല്ലെങ്കിൽ കെയർലെസ് ആക്കിയിട്ട് അത് നിത്യമായിട്ട് ആക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കിട് അത് ഞങ്ങൾക്ക് മറവി പറകൂല്ലെങ്കിൽ ഓർമ്മശക്തി ഇല്ലാണ്ടായിട്ട് മറന്നു പോകൂ. കാരണം അവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാന്മാർ കുറേ കാര്യങ്ങൾ ചൊന്നുറാറ്. കൂട്ടത്തിൽ ഇന്നത്തെ ഈ ക്ലാസ്സിൽ മറവി ശക്തി ഉള്ള ഓർമ്മശക്തി പോയിട്ട് മറവി പറകൂ. കാരണം അവിടെ എനിക്ക് ഇരിയ വിഷയമായിട്ടേക്ക് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ചയാക്കണോ. റബ്ബുൽ ഇസ്സത്ത് ഞങ്ങൾ എല്ലാ ആൾമാർക്കും നല്ല ഓർമ്മശക്തിയുള്ള ആൾമാർ കൂട്ടത്തിൽ മറവി ഇല്ലാത്ത ആൾമാരെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. എന്നിട്ട് സാന്ദർഭികമായിട്ട് ദ്വാരക്കളോട് കൂടെ ഒന്നാമത്തെ കാര്യം, ഖബറിൻ്റെ മേലെഴുതിയെങ്കിലത്തെ പേര്, ആ പേര് ഓതുർതു മറവി ഉണ്ടാകുക കാരണമായിട്ട് പള്ളിയുടെ പരിസരത്തുള്ള ഖബർസ്ഥാനം, ആ ഖബർസ്ഥാനത്തിൽ ഉള്ള ഇന്നാലെ ഖബർ ചൊന്നിട്ടു അറിയുവാനായിട്ട് പണ്ട് കാലത്തെല്ലാം വേറെ കുറിച്ച് വെച്ചുകൊണ്ടിരുന്നാറ്. ഇപ്പോഴത്തെ കാലത്തിൽ അങ്ങനെ പേരും റായവും മരണപ്പെട്ട ഡേറ്റെല്ലാം എഴുതിയിട്ടുള്ള ചില കല്ല് കാണ്ട് അതിനെ ഓതുർതു അത് നോക്കിയിട്ട് ഓതിക്കൊണ്ടിരിക്കുന്നത് മറവി ഉണ്ടാവുക ഒരു കാരണമായിട്ട് മഹാന്മാർ ചൊല്ലാറ്. ഖബർസ്ഥാനത്തേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ പരിസരത്തുള്ള ഖബറിൽ എഴുതിയ പേര് ഉറക്കലും ഓതുതീരാം. അങ്ങനെ ഓതുർതു അവൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെടുകയും അതുപോലെ മറവി ഉണ്ടാവുക കാരണമാവുകൊണ്ടു മഹാന്മാർ ചൊല്ലാറ്. ഇത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം, പുലി ആഹാരത്തിനിടെ, അതായത് മദറയ്ക്കിടെ ഫുഡിക്കിട് അതുപോലെ പുളിന്നത്. ചില ആൾമാർക്ക് പുലി ഭയങ്കര ഇഷ്ടമാണ്, ചില ആൾമാർക്ക് മദറ ഇഷ്ടമാണ്. പുലി തിന്നരുത്. പുലി ജാസ്തി ഉള്ളെങ്കിലത്തെ ഫുഡ് തിന്നരുത്. അത് സ്നാക്സ് ആവും അല്ലെങ്കിൽ വേറെ ഏതും ആവും. പുളി ജാസ്തി ഉള്ളെങ്കിലത്തെ സാമാന് തിന്നരുത്. അതും മറവിക്ക് കാരണമായിട്ട് മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്താറ്. മൂന്നാമത്തേത്, നിന്ത നീരನ್ನು ನೋಡುವುದು. കെട്ടി കിടക്കണമെങ്കിൽ തന്നി നോക്കിക്കൊണ്ടിരിക്കണേ. ಕೆರೆ അത് ആ തന്നി ഒൽകില്ല, അത് അവിടെ മേയ്ക്കണല്ലേ. അപ്പോൾ അവർ അസർ ടൈമിൽ ചിലന്മാരെ പോയിട്ട് ಕೆರೆ നോക്കിക്കൊണ്ടിരിക്കരുത്. കാണുകയുള്ള ಖುಷಿ, മനസ്സ് റാഹത്താവിടും, റിലാക്സ് ആവിടും. അതേ സമയത്ത് കെട്ടി നിൽക്കണമെങ്കിൽ തന്നി നോക്കിടുതു മറവിക്ക് കാരണമാവിടുകൊണ്ടു മഹാന്മാർ കിതാബിൽ ചൊല്ലാറ്. അത് മൂന്നാമത്തെ കാരണമായിട്ടിക്കിടും. നാലാമത്തെ കാരണം, ಶಿಲುಬೆಗೇರಿಸಿದವರ ನೋಡುವುದು. ചില ചർച്ചുകളിലും അതുപോലെ ಶಿಲುಬ ഉണ്ടല്ലേ, കുരിശ്, ഒരു പ്ലസ് പോലത്തെ ക്രൈസ്താനിക യൂസ് ആക്കണമെങ്കിൽ ആ ഒരു ಶಿಲುಬೆ അതിൽ ഒരാളെ ആരോഹണാക്കിയ രൂപത്തിൽ കെട്ടിയിട്ടിട്ട് ആണിയടിച്ച രൂപത്തിലുള്ള ಶಿಲುಬೆക്കിട് അത് നോക്കിടുന്നത് നല്ലതല്ല. അത് നോക്കിക്കൊണ്ടിരിക്കണ്ടായെങ്കിൽ അവൻ്റെ ഓർമ്മശക്തി കുറഞ്ഞിട്ട് പിന്നെ അവനക്ക് മറവി പറകൊരു കാരണമായിട്ട് മഹാന്മാർ ചൊല്ലാറ്. അത് നാലാമത്തെ കാരണമായിട്ടേക്കിടും. അഞ്ചാമത്തേത്, ഗുപ്താംഗಗಳನ್ನು ನೋಡುವುದು. ഔറത്ത്, അവൻ്റെ ഔറത്തിനെ അവನು നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി നോക്കുക ഹറാമല്ലേ. അവൻ്റെത് അവನು സെൽഫ് നോക്കിക്കൊണ്ടിരിക്കുന്നതും അത് നല്ലതല്ല. ഹബീബായ തങ്ങ ചൊന്നൊരു അതൊരു നല്ലതല്ലാണ്ട് വിധങ്ങ സൂചവാക്യത്തിൽ ചൊന്നതുണ്ടല്ലോ. ആയിഷ ബീവി ചൊന്ന ഉദ്ധരണികളെല്ലാം ഒട്ടിಗೆ ഞങ്ങൾക്ക് അത് കൂട്ടി ഓതുകാവണം. ഏതായാലും സ്വന്തമായിട്ടുള്ള അങ്ങനെ ഔറത്ത്, ഗുപ്താംഗങ്ങളും മുൻദ്വാരങ്ങളും നോക്കിടുന്നു. അത് ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ട് അതുപോലെ മറവി പറവ് കാരണമായിട്ട് മഹാന്മാർ ചൊല്ലാറ്. ആറാമത്തേത്, ഉപ്പ് ഇട്ടിട്ട് ഉണക്കിയ വസ്തുക്കൾ തിന്നരുതും. അത് നല്ലതല്ല. തടിക്ക് ആരോഗ്യപരമായിട്ട് ഞങ്ങൾ എല്ലാം പറയും ടേസ്റ്റിക്ക് ഉപ്പിട്ടിട്ട് ഉണക്കിയ സാമാന്. പക്ഷേ അത് നിരന്തരമായിട്ട് തിന്നരുത്. അതും ശരീരത്തെ ഓർമ്മശക്തി നഷ്ടപ്പെടുത്തുകയും മറവി ഉണ്ടാവുക ഒരു കാരണമായിട്ട് മഹാന്മാർ ചൊന്നതായിട്ട് കണ്ട്. ഏഴാമത്തേത്,
ടോയ്ലറ്റിൽ പോയിട്ട് പല്ല് തേക്കണേ, മലമൂത്ര വിസർജന ആക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ വെറുതെ തേക്കണേ വേണ്ട, ടൈം വേസ്റ്റ് അവിടെ ചെന്നിട്ട് ബ്രഷ് എടുത്തിട്ട് പല്ല് തേക്കണമെങ്കിൽ എത്ര സാഹചര്യം പണ്ടുണ്ടായെങ്കിൽ അതും അവൻ്റെ ഓർമ്മശക്തി കുറഞ്ഞിട്ട് മറവി പിറകുള്ള ഒരു കാരണമായിട്ട് മഹാന്മാർ ചൊല്ലാറ്. എട്ടാമത്തെ കാര്യം മഹാന്മാർ ചൊല്ലാറ്, പുളിച്ച ഫുഡ് തിന്നെടുത്തും മറവി പിറകുള്ള എനിക്കത്തെ ഒരു കാരണമായിട്ട്. ഫുഡ് നല്ല ഫ്രഷായ ഫുഡ് എപ്പം തിന്നുകൊണ്ടിരിക്കണം, അത് ശാരീരികവും മാനസികമായിട്ടും ഭാരി നല്ലേ. അതേ സമയത്ത് ഫുഡ് ചിലപ്പോൾ എന്തായിട്ടിക്കട് പുളിച്ച് പോയിട്ടിക്കട് ആ ഫുഡ് വേസ്റ്റാക്കി തീരാണ്ട് തിന്നണ്ടെങ്കിൽ ഫുഡ് തീരുണ്ടല്ലാണ്ട് അത് ഓർമ്മശക്തി കുറയുകയോ മറവി അധികരിക്കുകയോ ഒരു കാരണം അവിടെ ഉണ്ട് മഹാന്മാർ ചൊല്ലാറ്. ഇത് ഒലിമാമത്തതായിട്ടിക്കട്. ഇനി പത്താമത്തേത് വേറെ ആളുടെ ബ്രഷ് യൂസ് ആക്കണേ. വേറെ ആളുടെ ബ്രഷ് എടുത്ത് പലത്തേക്കണമെങ്കിൽ ഒരു സാഹചര്യം അതും നല്ലതല്ല. ഡൈറ്റിക്കട് വേറെ ഒരാളുടെ അനുമതി ഉണ്ടുകൊണ്ട് വിചാരിച്ചിട്ട് ആക്കരുത്, നല്ലതല്ല. ഖിലാഫുല്ലൈറ്റിക്കട് അനുമതി ഇല്ലാണ്ട് വേറെ ആളുടെ ബ്രഷ് യൂസ് ആക്കരുത്, ഹറാമു. അതേസമയത്ത് ഔലിയാക്കന്മാർ ആലിമീങ്ങൾ സാദാത്യങ്ങളെ ബറക്കത്ത് വേനായിട്ട് ബ്രഷ് യൂസ് ആക്കുക, പ്രോബ്ലമില്ല, നല്ലത്. അതേസമയത്ത് അതല്ലാത്ത ആൾമാരെ ബ്രഷ് യൂസ് ആക്കലുണ്ടായെങ്കിൽ ഓർമ്മശക്തി കുറയുകയും മറവി അധികരിക്കുക അതൊരു കാരണം അവിടെ കൊണ്ട് മഹാന്മാർ ചൊല്ലാറ്. പൂണൊന്നാമത്തേത് പള്ളിയിൽ ജോറിൽ ചിരിക്കല്. അള്ളാഹുടെ ഭവനായിട്ടിരിക്കുന്ന പള്ളി അത് അദബിൽ നിൽക്കണം, ഭാരി ജാഗ്രതയിൽ നിൽക്കണ ഒരു ജാഗ. അവിടെ അധികമായിട്ട് ദുനിയവിയായ പലക്കമേ ബറത്തിയറാം. അതേസമയത്ത് ജോറായിട്ട് പല്ല് കാട്ടിയിട്ട് ജോറ് ചിരിക്കിടുത്ത് ചൊല്ലെടുത്തു, അത് ഓർമ്മശക്തി കുറയുള്ള കാരണമായിട്ട് മഹാന്മാർ ഞങ്ങൾക്ക് ചൊന്തണ്ടാറ്. പിന്നെ 12ാമത്തേത് മക്കബറയിൽ പോയിട്ട് ജോറ് ചിരിക്കല്. ഔലിയാക്കന്മാരെ ഖബർസ്ഥാന അല്ലെങ്കിൽ മുഅ്മിനീങ്ങ കിടന്നിട്ടുള്ള പള്ളിയുടെ പരിസരത്തുള്ള ആ ഖബർസ്ഥാന അതിൽ ജോറായിട്ട് ചിരിക്കരുതും അത് മറവി ഉണ്ടാവുക ഒരു കാരണമായിട്ട് മഹാന്മാർ ചൊല്ലാറ്. 13ാമത്തേത് ഞങ്ങൾ ഡ്രസ്സ് ഡ്രസ്സ് ആ ഡ്രസ്സിലെ മുഖ തോത്തുറേ അത് ദാരിദ്ര്യം ഉണ്ടാവുന്ന കാരണത്തെ കൂട്ടത്തിലും എണ്ണീര് ಅದರೊಟ್ಟಿಗೆ അങ്ങനെ ಅದರೊಟ್ಟಿಗೆ ಬಂಡೆ പിന്നീട് സൈഡ് എഫക്റ്റ് ഇട്ടിക്കറ് മറവി ജാസ്തി അവിടെ ഉണ്ടു മഹാന്മാർ ഞങ്ങൾ പടിപ്പാടി തണ്ടാറ്. 14ാമത്തേത് പല്ല്, ആ പല്ലിൽ താടിനെ കടിക്കണമെങ്കിൽ ചില ആൾമാരിക്കണ താടി എടുത്തിട്ട് പല്ല് കടിച്ചുകൊണ്ടിരിക്കണ ഒരു ആദത്ത് കുറേ ആൾമാർക്ക് ഇക്കട്, അത് നല്ലതല്ല ചെന്നുണ്ടായെങ്കിൽ അവനക്ക് ഓർമ്മശക്തി കുറയിട്, അവനക്ക് മറവി ജാസ്തി ഇക്കട്, പല്ലിൽ കടിച്ചുകൊണ്ടിരിക്കണേ തെല്ല് ഉദ്ദത്ത് താടി ഉണ്ടെങ്കിൽ അത് സാധ്യം അവിടെ അങ്ങനെ ആക്കിയെടുത്തും നല്ലതല്ലാണ്ട് മഹാന്മാർ ചൊല്ലാറ്. 15ാമത്തേത് കറുത്ത ചൊറുപ്പ് ധരിക്കണേ. മുഞ്ഞാണ്ട് ദാരിദ്ര്യം ഉണ്ടാവുന്ന കാര്യങ്ങളെ കൂട്ടത്തിലും ഇതിനങ്ങ് ചൊന്നറ അതിലൊട്ടികമേ ബ്ലാക്ക് ചൊറുപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ധരിക്കരുത്, ഓർമ്മശക്തി കുറയുള്ള ഒരു കാരണമായിട്ടും മഹാന്മാരെ ചൊന്നതായിട്ട് കണ്ട്. 16ാമത്തേത് പൊട്ടിയിട്ട് എങ്കിയത്തെ ബിൽഡിംഗ് അല്ലേക്കടല്ലേ, ആ ബിൽഡിങ് നോക്കിയോണ്ട് നിൽക്കണേ, അതും നല്ലതല്ല, അതൊരു ശുഭലക്ഷണമല്ല. നല്ല ബിൽഡിങ്ങെല്ലാം നോക്കുന്നത് പ്രോബ്ലമില്ല, പൊട്ടിയിട്ട് കീഴിൽ പോന്നിട്ടു പാതിയിൽ എങ്കിയത്തെ ബിൽഡിങ് അല്ലേക്കിട് അതിനെ നോക്കിയോണ്ടിരിക്കുന്നതും ഓർമ്മശക്തി കുറഞ്ഞിട്ട് മറവി അധികരിക്കൂ, അത് കാരണമാവുന്നുണ്ട് മഹാന്മാർ ചൊല്ലാറ്. 17ാമത്തേത് പേന് തലയുടെ പേന് നോക്കുമ്പോൾ പേൻ നോക്കിയെടുത്തിട്ട് ജീമത്തോടു കൂടെ നിലത്ത് കിട്ടതും കയ്യിൽ മൂട്ടാണ്ട് അല്ലെങ്കിൽ ചീപ്പിൽ മൂട്ടാണ്ട് നിലത്ത് കിട്ടിട്ട് നിലത്തിൽ മൂട്ടണമെങ്കിൽ ഒരു സാഹചര്യം അതും ഓർമ്മശക്തി നഷ്ടപ്പെടുകയോ മറവി അധികരിക്കുകയോ ഒരു കാരണമായിട്ട് മഹാന്മാർ ചൊല്ലാറ്. 18ാമത്തേത് ജാസ്തി തിന്നിടെ ഒരു മനുഷ്യക്ക് അഗത്യത്തെ ഉള്ളത്ര അവൻ്റെ ജീവനത്തിന് അകത്തിനത്ര തിന്നിടുന്നത് അത് സ്തുത്യർഹമായ വിഷയം. ജീവൻ നിൽക്കണമല്ലേ, ഇല്ലെണ്ടെങ്കിൽ ആരോഗ്യമായ പ്രശ്നമുണ്ട്. അതേസമയത്ത് അത്തിയാത ആഹാര അത് ഒരിക്കലും നല്ലതല്ല, അതിൽ വേറെ പ്രോബ്ലമും ആരോഗ്യപരമായിട്ട് വരലോട് കൂടെ ഓർമ്മശക്തിയും കുറഞ്ഞിട്ട് മറവി അധികരിക്കുന്നുണ്ട് മഹാന്മാർ ചൊല്ലാറ്. 19ാമത്തേത് ജാസ്തി പലക്കാരെ സുബ്ഹാനല്ലാഹ് ചില ആൾമാർ ഉണ്ട് ബാറ്ററി ഇട്ട് പോലെ കീ കൊടുത്തതുപോലെ മുണ്ടിയോണ്ടിക്കടെ ഇങ്ങളുടെ മുണ്ടേ ഞങ്ങളുടെ മുണ്ടേ അകത്തിന്നതും ഇല്ലാത്തതും ആവശ്യത്തതും ആവശ്യമില്ലാത്തത് ഓണക്ക് ഉപകാരം കിട്ടുന്നതും ഓണക്ക് ഉപകാരം കിട്ടാത്തതും അങ്ങനത്തെ ഒരുപാട് പൽക്കറിഞ്ഞോണ്ടിക്കണമെങ്കിൽ കുറേ ആൾമാരുള്ളാറ്, അതും നല്ലതല്ല.
അങ്ങ് പിന്നെ ലാസ്റ്റ് ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ട് പോകണമെങ്കിൽ ഒരു സാഹചര്യം ഏറ്റിക്കിട് ബണ്ടേൻ്റെ മഹാന്മാർ ചൊല്ലാറ്. ഇരിയാമത്തത് സുബൈ നിസ്കരിച്ചിട്ട് ഉറങ്ങട്. ഇതിനങ്ങ് മുഞ്ഞാണ്ട് ദാരിദ്ര്യത്തെ വിഷയത്തിലും ഇതിനങ്ങ് സൂചിപ്പിച്ചിട്ടിന്ന സുബൈ നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്കുന്ന ടൈമിലുള്ള അതാണ്ട് മുന്നുള്ള ഉറങ്ങരുത്, അത് നല്ലതല്ല. ദാരിദ്ര്യം ഉണ്ടാവലോട് കൂടെ അത് മറവിയും പണ്ട് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോകേണ്ടതുകൊണ്ട് മഹാന്മാർ ചൊല്ല് ഇതയിട്ടിക്കിട് ഇരിയോ കാര്യങ്ങൾ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ നിത്യമായിട്ട് ബണ്ടെങ്കിത്തെ വിഷയമാണ്. ഞങ്ങൾ ഇത് ആക്കിക്കൊണ്ടിന്നുണ്ടായെങ്കിൽ അതിൽ നിന്നിട്ട് പൂർണ്ണമായിട്ടും പിന്മാറണമെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. ഇല്ലണ്ടായെങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ട് ഇതിലെ ഈ ചൊല്ലപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങളെ കൂട്ടത്തിലോ കുടുംബത്തിലോ ഞങ്ങളെ മക്ക ആരെങ്കിലും ആക്കിക്കൊണ്ടിരുന്നുണ്ടായെങ്കിൽ അതും നിപ്പാട്ടണമെങ്കിൽ ഒരു സാഹചര്യം ആക്കിയിട്ടുണ്ടായെങ്കിൽ ആ ഓർമ്മശക്തി അധികരിക്കണമെങ്കിലത്തെ ഒരു സാഹചര്യം ബറുണ്ടായിട്ട് മഹാന്മാർ ചൊല്ലേ. ഇത് ഞങ്ങളെ നിത്യജീവനത്തിലാക്കണമെങ്കിലത്തെ ഇരിയോ വിഷയമായിട്ടാണ് സൂചിപ്പിച്ച് ഓർമ്മശക്തി ബറവുള്ളെങ്കിലത്തെ കുറേ കാര്യങ്ങൾ ആക്കരുത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിലെല്ലാം ഞങ്ങൾ ചർച്ചയാക്കാം. പടച്ചിറപ്പ് ഞങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തിട്ട് മറന്നു പോകണമെങ്കിൽ ആ രോഗം അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരട്ടെ. അർഹമർ-റഹീമായ അള്ളാഹുവേ, ഞങ്ങളെ അബ്ബ, ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ പെഞ്ഞയും മക്ക എല്ലാം മുത്തങ്ങ അലിയാക്കന്മാർ കുഞ്ഞുമ്മമാർ ഞങ്ങളുടെ ദ്വാർക്ക് ചൊന്നങ്ങ പഠിക്കുന്ന കാലം മുതൽ ഈ നിമിഷത്തോളം ഞങ്ങൾ ചോറ് തന്നങ്ങ ഈ റായത്തങ്ങ പൊറായത്തങ്ങ ഞങ്ങൾ ദർസ് മുത്താലിമിങ്ങൾ സഹകരിക്കണമെങ്കിൽ ഗൾഫ് കമ്മിറ്റി ബാംഗ്ലൂർ കമ്മിറ്റി ഞങ്ങളെ ഹാദി ഡെയിലി ടോക്ക് ചൊല്ലണമെങ്കിൽ ഈ ക്ലാസ് നിത്യമായിട്ട് കേട്ടിട്ട് അതിൻ്റെ വേറെ ആൾക്ക് ഷെയർ ആക്കിയിട്ട് ഇൽമു ബാക്കി ഞങ്ങൾക്ക് എത്തുപാടി കൊടുക്കണം. എല്ലാ മുഅ്മിനീങ്ങൾ എല്ലാ ആൾമാർക്കും സുഖലോക സ്വർഗം തരണേ അല്ലാഹ്. ദ്വാർക്ക് വസിയത്താക്കിയ എല്ലാ ആൾമാരുടെ ഹലാലായ മുറാദ് സാധിപ്പിച്ചു കൊടുത്തിട്ട് ഈമാനോട് ഞങ്ങളെ സലാമത്താക്കണേ അല്ലാഹ്. ആമീൻ ബറഹ്മതിക യാ അർഹമർ റഹീം.